നമസ്കാരം. ജോളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റോടെ തുടങ്ങാം. മുരാരി ബാബു ദേവസ്വം ബോർഡിൽ ഏറ്റവും ശക്തനായ ഉദ്യോഗസ്ഥൻ. ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും അവരോട് ഒട്ടിനിൽക്കാൻ ഒരു പ്രത്യേക കഴിവ്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിക്രിയകളിലാണ് ഇദ്ദേഹം ആനന്ദവും ധനവും കണ്ടെത്തിയത്. നായർ സമുദായത്തിന്റെ പോപ്പ് എന്നറിയപ്പെടുന്ന സുകുമാരൻ നായരുടെ മാനസപുത്രനാണ് ഇദ്ദേഹം. സുകുമാരൻ നായർക്ക് ഏറ്റവും സ്വാധീനമുള്ള പെരുന്ന യൂണിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു 2 ദിവസം മുൻപ് വരെ. ശബരിമല വിഷയം ഉണ്ടായപ്പോൾ രാജിവെച്ചു. ഇതിലൊരു ചെറിയ ഫാക്ച്വൽ എററുണ്ട്. പെരുന്ന യൂണിയൻ വൈസ് പ്രസിഡന്റ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാനും ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ എൻ്റെ വാർത്ത കണ്ടതിന് തൊട്ട് പിന്നാലെ സുകുമാരൻ നായരുടെ മകൻ എന്നെ വിളിച്ച് അദ്ദേഹം പെരുന്ന ശാഖയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ശബരിമല വിഷയമുണ്ടായപ്പോൾ രാജിവെച്ചു. സാമുദായിക സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് തന്നെയാണ് ഇദ്ദേഹം അമ്പലങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരുന്നത്. ഏതെല്ലാം അമ്പലങ്ങളിൽ നിന്ന് എത്രയെല്ലാം കോടി രൂപയുടെ മുതലുകൾ ഇയാൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നും അതിൽ നിന്ന് ആരെല്ലാം വീതം പറ്റിയിട്ടുണ്ട് എന്നും വലിയൊരു അന്വേഷണത്തിലൂടെ വെളിയിൽ വരൂ. ആസ്തികൾ വെളിയിൽ വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരും ജനങ്ങളും ഞെട്ടാൻ സാധ്യതയുണ്ട്. എത്ര സ്വാധീനമുണ്ടെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായ ഇയാൾ വിചാരിച്ചാൽ കേരളത്തിലെ ഇത്രയധികം ക്ഷേത്രങ്ങൾ ഇങ്ങനെ കൊള്ളയടിക്കാൻ കഴിയും എന്ന് കപ്പയും കാന്താരി മുളകും പൊട്ടിച്ചു കഴിക്കുന്ന മലയാളി വിശ്വസിക്കില്ല. ശബരിമലയിൽ നടന്ന കൊള്ളയൊന്നുമല്ല ജനങ്ങളുടെ പ്രശ്നം. ജനങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇന്ന് വായിലൂടെ മലമൂത്ര വിസർജനം ചെയ്യുന്ന വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇവനൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ എത്രമാത്രം പരിഹസിക്കുകയാണെന്ന് നോക്കുക. സ്വന്തം മാനസപുത്രനായ ഒരുത്തന് ഇത്രയധികം കൊള്ള നടത്തിയിട്ടും സുകുമാരൻ നായരും അറിഞ്ഞില്ലത്രേ. ഇവരെയൊക്കെയാണ് ആദ്യം പിടിച്ച് ചോദ്യം ചെയ്യേണ്ടത്. ഇവർക്കൊക്കെ ആവശ്യമില്ലാത്ത ഇത്രയധികം ദിവ്യത്വവും ബഹുമാനവും ഒക്കെ കൊടുത്തതുകൊണ്ടാണ് ഒരു നാട് ഇങ്ങനെ കൊള്ളയടിക്കപ്പെട്ട് മുച്ചൂടും മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം പെരും കള്ളന്മാരാണ്. ഒന്നിനെയും വിശ്വസിക്കരുത്. ഒരു പേടിയുമില്ലാതെ കുറച്ചുപേർ അമ്പലങ്ങൾ വരെ പച്ചയ്ക്ക് കൊള്ളയടിച്ച് 10 തലമുറയ്ക്ക് ഉള്ളതുണ്ടാക്കുന്നു. കുറെ മനുഷ്യർ അന്നു ജീവിക്കാനുള്ള 100 രൂപയ്ക്ക് വേണ്ടി തെരുവിൽ കിടന്ന് തല്ലും ചവിട്ടും കൊള്ളുന്നു. പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെ? വളരെ പ്രസക്തമായ ചിന്തയാണ് ജോളി ഉന്നയിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള വലിയൊരു കൊള്ളയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അംഗങ്ങളും പിണറായിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ചേർന്ന് നടത്തിയിരിക്കുന്നത്. ഈ കൊള്ളയൊന്നും ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പുറത്തു വരുമായിരുന്നില്ല. ഹൈക്കോടതി ശബരിമലയിൽ സ്പെഷ്യൽ കമ്മീഷണറെ വെച്ചിട്ടുകൂടി ഇത്രയും വലിയ കൊള്ള നടക്കുന്നു എന്ന് വരുമ്പോൾ എത്ര വലുതാണ് ഈ ഭയാനകമായ കാഴ്ചയെന്ന് ഓർക്കണം. ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഈ കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം. ഏറ്റുമാനൂരും വൈക്കത്തുമടക്കം ഈ നാട്ടിലെ സകല ക്ഷേത്രങ്ങളിലും ഇവർ കൊള്ള നടത്തിയിട്ടുണ്ട്. തങ്കത്തിൽ തീർത്ത ഏറ്റുമാനൂരിലെ 7.5 പൊന്നാനയുടെ കാലിന് തളർച്ച ബാധിച്ചെന്നും അത് പുറത്തെടുത്ത് ഉരുക്കി ശരിയാക്കണമെന്നും എഴുതി കൊടുത്തവൻ ഈ മുരാരി ബാബുവാണെന്ന് ഓർക്കണം. ഇങ്ങനെ അമൂല്യമായ തങ്കത്തിൽ പൊതിഞ്ഞ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളുമൊക്കെ ഒരുക്കി ഇവറ്റകൾ എത്ര അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ തിരുവാഭരണം ഇതുപോലെ ചില കള്ളക്കഥകൾ പറഞ്ഞാണ് പണ്ട് ഉരുക്കിയെടുത്തത്. 1929 പൊന്നുതമ്പരാൻ കൊടുത്ത ഉപഹാരമാണത്. അതേക്കുറിച്ച് ഒരാൾ എനിക്ക് അയച്ച കുറിപ്പ് ഇങ്ങനെയാണ്. ഇത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. 90 തോല തങ്കമുള്ള 2 തങ്കാങ്കികൾ ചെട്ടിക്കുളങ്ങരയിലെയും കൈപ്പുള്ളി കരൈമയിലെയും ക്ഷേത്രത്തിലേക്ക് കൊട്ടാരത്തിൽ നിന്നും അമ്മ റീജന്റ് മഹാറാണി കൊടുത്തത് ചിത്തിരത്തിരുന്നൽ മഹാരാജാവ് മേജറായി രാജാവായതിന് നന്ദി സൂചകമാണ്. 1929 മറ്റുമാണത്. ആ തിരുവിതാംകൂർ ആന ശംഖ് മുദ്ര പതിച്ച 60-ൽ പരം കെട്ടുജീവിതകളുള്ള ഓണാട്ടുകാരിൽ ഇല്ല എന്നോർക്കണം. അതിൻ്റെ പൗരാണിക മൂല്യം ഓർക്കണം. ചരിത്ര പാരമ്പര്യം ഓർക്കണമായിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെ എങ്ങനെയാണ് ഹൈക്കോടതി തിരുവാഭരണ കമ്മീഷണറുടെ അനുമതി കിട്ടി ഹരിപ്പാട് സ്ട്രോങ് റൂമിലിരുന്ന ഭഗവതിയുടെ ജീവിതയുടെ അങ്കി നിങ്ങൾക്കൊക്കെ സമ്മതനായ ഒരു പോറ്റി ഗൾഫുകാരൻ്റെ കാശുകൊണ്ട് ഉരുക്കി സ്വർണ്ണമാക്കിയത്? വെറും 1-2 വർഷം മുമ്പ്. ശ്രീ ബിജു പറയുന്ന 7.5 പൊന്നാന ഏറ്റുമാനൂരിലേതാണ്. അതും മഹാരാജാവ് കൊടുത്തത്. അവിടെയും ഇവന്മാർ ഇതേ ക്രിമിനൽ മോഡസ് ഓപ്പറാൻഡി പ്രയോഗിച്ചു. 7.5 തങ്ക ആനകളുടെ കാലിന് ബലക്ഷയം ബാധിച്ചെന്നും ഉരുക്കി പുതുക്കണമെന്നും കോടതിയും ആ നാട്ടുകാരും സമ്മതിച്ചില്ല എന്ന് തോന്നുന്നു. 2018 മുതലുള്ള ലോക്കൽ പത്രവാർത്തകളിലുണ്ട്. ബോർഡിൻ്റെ കത്തുകുത്തുകളിലും ഉണ്ടാകുമല്ലോ. ചെട്ടിക്കുളങ്ങര ബോർഡിൻ്റെ വേണ്ടപ്പെട്ടവർ ആയതുകൊണ്ടായിരിക്കും എതിർക്കാഞ്ഞത്. ഇത്തരത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ചർച്ചകൾ കൊഴുക്കുകയാണ്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠ പോലും അങ്ങനെ തന്നെ അവശേഷിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് മുരാരി ബാബുമാർ ക്ഷേത്രഭരണം നടത്തുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പുറത്തേക്ക് വരുന്നത്. സകല ക്ഷേത്രങ്ങളിലെയും മുതലെല്ലാം ഈ വൃത്തികെട്ടവന്മാർ അടിച്ചു മാറ്റിയിരിക്കുന്നു. പല ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠകൾ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റുകളാണെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയും വലിയ കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഇവറ്റകളെല്ലാം ഓരോരുത്തരായി അകത്താകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കിയാവുന്നത്.
അങ്ങനെയെങ്കിലും ഈ നാട് നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിൽ നടത്തിയ പാപവിതരണം നന്നായി ഏറ്റിട്ടുണ്ട്. മുഖ്യമന്ത്രി അയ്യപ്പ ആഗോള സംഗമം പമ്പയിൽ നടത്തിയപ്പോൾ കൃത്യമായി ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2018 മുതൽ കിട്ടിയ അയ്യപ്പ കോപം അകറ്റാൻ ഏതോ ജ്യോത്സ്യൻ പറഞ്ഞുകൊടുത്ത വിധിയുടെ ഭാഗമായാണ് ഈ ആഗോള സംഗമമെന്ന്. ആ സംഗമത്തിന് ചുക്കാൻ പിടിച്ചവരൊക്കെ ഇപ്പോൾ കൈകാലിട്ടടിക്കുകയാണ്. ആ സംഗമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാളായിരുന്നു മുരാരി ബാബു. ഈ മുരാരി ബാബുവാണ് മര്യാദയ്ക്ക് നടന്നിരുന്ന അയ്യപ്പ ഭക്തനായ സുകുമാരൻ നായരെ ഈ ഏടാകൂടത്തിലേക്ക് വലിച്ചിട്ടത്. ഇന്നിപ്പോൾ മുരാരി ബാബു അകത്താവുമ്പോൾ ഏറ്റവും അധികം വിമർശനം കേൾക്കേണ്ടി വരുന്നത് ഭഗവാന്റെ ആചാരം സംരക്ഷിക്കാൻ സുപ്രീം കോടതി വരെ പോയി പോരാടിയ സുകുമാരൻ നായരെന്ന് ഓർക്കണം. അതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. പിണറായി തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ആയുസ്സും ആരോഗ്യവും സംരക്ഷിക്കാൻ ജ്യോത്സ്യ വിധി പ്രകാരം പാപം വിതരണം ചെയ്യാൻ വേണ്ടിയായിരുന്നു പമ്പയിൽ അന്ന് സമ്മേളനം നടത്തിയത്. ആ സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചവരൊക്കെ വീണുകൊണ്ടിരിക്കുന്നു. ഈ അന്വേഷണം പൂർത്തിയാകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഒട്ടുമിക്ക ആളുകളും അകത്താകുമെന്ന് തീർച്ച. സുകുമാരൻ നായരെ പോലെ അറിയാതെ പെട്ടുപോയവർ ഭഗവാന്റെ മുമ്പിൽ പോയി കരഞ്ഞ് പ്രായശ്ചിത്തം ചെയ്താൽ രക്ഷപ്പെട്ടെന്നിരിക്കും. ശബരിമലയിൽ ഏറ്റവും സ്വാധീനമുള്ള 2 വ്യക്തികളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും. ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ 3-4 ദിവസമായി പോലീസ് ജീപ്പിന്റെ പിറകിലിരുന്ന് ഉലകം ചുറ്റുന്നു. വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും സബ് ജയിലിൽ കൊതുക് കെട്ടിക്കൊണ്ട് നിലത്തെ ഫാൻ വിരിച്ച് കിടന്നുറങ്ങുന്നു. ഈ അടുത്ത നാളിൽ ഏതാണ്ട് 30 കോടിയുടെ ഭൂമി ഇടപാട് നടത്തിയ അതിസമ്പന്നനായിരുന്നു പോറ്റിയെന്ന് ഓർക്കണം. ശ്രീകോവിലിന് മുമ്പിലെ ദ്വാരപാലക വിഗ്രഹം അഴിച്ചെടുത്ത് 39 ദിവസം കൊണ്ട് ചെന്നൈയിൽ എത്തിച്ച ആളാണ് പോറ്റി. 39 ദിവസം തന്റെ കൈവശം വരുന്ന ദ്വാരപാലകർ പോറ്റിയെ സംരക്ഷിച്ചില്ല. ആരെന്ത് ചെയ്താലും തന്നെ ബാധിക്കില്ല എന്ന അമിതമായ ആത്മവിശ്വാസത്തിൽ നടന്ന മുരാരി ബാബുവിന്റെ അവസ്ഥ നോക്കൂ. മുരാരി ബാബുവിന്റെ പെരുന്നയിലെ വീട്ടിൽ നിന്നും മിനിഞ്ഞാന്ന് രാത്രി 10 മണിയോടെയാണ് പോലീസ് സംഘം പോയി പൊക്കുന്നത്. മിനിഞ്ഞാന്ന് അർദ്ധരാത്രിയോടെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ചോദ്യം ചെയ്യലുകളൊക്കെ പൂർത്തിയാക്കി ഇന്നലെ വീണ്ടും തിരിച്ച് റാന്നിയിലേക്ക് കൊണ്ടുപോയി. റാന്നി കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത മുരാരി ബാബുവിനെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുവന്ന് ജയിലിൽ അടച്ചു. ഇന്നലെ മുരാരി ബാബു തിരുവനന്തപുരം സബ് ജയിലിൽ കൊതുക് കടി കൊണ്ട് നിലത്ത് പാവിരിച്ച് സകല ദൈവങ്ങളെയും പഴിച്ച് കിടന്നുറങ്ങി എന്നാണ് സഹ തടവുകാർ പറയുന്നത്. അത്ര ഗതികെട്ട അവസ്ഥയിലായിരുന്നു മുരാരി ബാബു. തനിക്ക് സുകുമാരൻ നായർ അടക്കമുള്ള സമുദായ പ്രമാണിമാരോടും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരോടും രാഷ്ട്രീയക്കാരോടുമൊക്കെ ബന്ധമുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം. അയ്യപ്പനെ മോഷ്ടിക്കാൻ കൂടെ നിന്നവരുടെ പേര് വിവരം പുറത്തു വരാതിരിക്കാൻ അവർ സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിനാണ് ഇപ്പോൾ മുറിവേറ്റിരിക്കുന്നത്. ഒരക്ഷരം മിണ്ടാതെ തലകുനിച്ച് കോടതിയിൽ നിൽക്കുന്ന കാഴ്ച കാണേണ്ടതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറുന്ന മുരാരി ബാബുവിന്റെ രൂപം ഭക്തരുടെയൊക്കെ മനസ്സിലുണ്ട്. എന്നിനി വെളിച്ചം കാണാൻ കഴിയും. പോലീസ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ പോലും ചോദിച്ചില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്ത് പരമാവധി തെളിവുകൾ ശേഖരിച്ച് പരമാവധി തെളിവെടുപ്പുകൾ നടത്തി അതിന്റെ ബാക്കിയായി വേണം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ. അതുകൊണ്ട് തൽക്കാലം മുരാരി ബാബുവിനെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണ്ട, അയാൾ ജയിലിൽ കിടക്കട്ടെ എന്നായിരുന്നു കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇനി 14 ദിവസം അയാൾ ജയിലിലാവും. ഇതിനിടെ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയായി കഴിഞ്ഞാൽ കോടതിയിൽ പുതിയ അപേക്ഷ കൊടുത്ത് മുരാരി ബാബുവിനെ എടുക്കും. എപ്പോഴൊക്കെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യണമോ അപ്പോഴൊക്കെ കോടതിയിൽ അപേക്ഷ കൊടുത്താൽ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ മുരാരി ബാബുവിനെ ഇനി ശിഷ്ടകാലം ജയിലിൽ അഴിയെണ്ണി കൊതുക് കടി കൊണ്ട് നിലത്ത് പാവിരിച്ച് തലയണ പോലുമില്ലാതെ കിടക്കാനായിരിക്കും വിധി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ടും ഹൈക്കോടതിയെ കബളിപ്പിച്ചുള്ള കൊള്ളയായതുകൊണ്ടും അടുത്ത കാലത്തെങ്ങും ഈ 2 പേർക്കും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ഇതാണ് ഭഗവാനോട് കളിച്ചവരുടെ ഗതി. ഈ ലിസ്റ്റിലേക്ക് ഇനി ഇടം പിടിക്കാൻ പോകുന്നത് ആരൊക്കെ? മുൻ ദേവസ്വം പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റുമൊക്കെ അകത്താവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.